ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബികയും മകൻ ദീപക്കും കൂടെ ഒരു അനുയായിയും കൂടെ വന്ന് ഐസിയുയിൽ കിടക്കുന്ന പ്രതാപന് ഒരു ഷോളൊക്കെ പുതപ്പിക്കുവാണ്. അപ്പോൾ ഋതികൻ രാജു അങ്ങോട്ട് വരുവാണ്. അത് കണ്ടിട്ട് ഋതികയ്ക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. പ്രതാപൻ്റെ ദേഹത്തൊരു ഷോൾ ഇങ്ങനെ പുതപ്പിച്ച് വെച്ചിരിക്കുന്നു. എന്തായി നിങ്ങൾ ഈ കാണിക്കുന്നത്? ഉടനെ അംബിക പറയാ, ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാ, അതുകൊണ്ട് പ്രതാപനെ ഷോൾ അണിയിച്ച് ആദരിക്കാൻ വന്നതാ. ഒരു ഷോൾ അണിയിക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഋതിക പ്രതാപൻ്റെ ദേഹത്ത് പുതച്ചിരുന്ന ആ ഷോൾ എടുത്ത് ചുരുട്ടി അംബികയുടെ മുഖത്തോട്ടൊരു ഒറ്റയേറ് കൊണ്ടുപോയിക്കോണം ഇവിടുന്ന് എടി എന്നും പറഞ്ഞ അംബിക ഇങ്ങനെ ദേഷ്യത്തോടെ ഋതിയെ നോക്കുക. അത് കണ്ടോണ്ട് ദീപക്കും ഇങ്ങനെ ദേഷ്യത്തെ നോക്കുന്ന കണ്ടോണ്ട് എടാ ഇറങ്ങടാ വെളിയിലോട്ട് എന്ന് ദീപക്കിനോട് പറയുമ്പോൾ ദീപക്ക് തിരിച്ച് എടാ എന്നിങ്ങനെ വിളിക്കുകയും രാജു ഇറങ്ങടാ വെളിയിലോട്ട് എന്നും പറഞ്ഞ് രാജു അവൻ്റെ കഴുത്തിന് പിടിച്ച് വെളിയിലോട്ട് ഇറക്കുവാണ്. അംബിക ദേഷ്യത്തോടെ വിറച്ചോണ്ട് പറയാ, നീയെ വിദ്യാഭ്യാസ മന്ത്രിയെ അപമാനിച്ചത്. അതുകൂടി കേട്ടപ്പോൾ ഋതിയയ്ക്ക് ദേഷ്യം തിളച്ചു പോകുക. വിദ്യാഭ്യാസം അറിവില്ലാത്ത നിങ്ങളെ ഏത് പാർട്ടിക്കാരാ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത്? പണ്ടേ നെകളിപ്പിൻ്റെ ആശാട്ടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ആകാൻ പോവാ. അപ്പോൾ പിന്നെ അംബികയുടെ നെകളിപ്പെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഋതികയോട് ചോദിക്കുക അംബിക, എടി നീ ജയിലിൽ കിടന്നു വന്ന മതിയായില്ലേടി നിനക്ക്? പിന്നെ നീ എന്നെ വെല്ലുവിളിക്കുവാണോടി? നിനക്ക് ജീവനോടെ ഇരിക്കണമെന്ന് മോഹമില്ലേടി? അംബിക ഇങ്ങനെയൊക്കെ ഋതിയോട് പറയുമ്പോൾ രാജു വെറുതെ ഇരിക്കുവോ? രാജു ചോദിക്കുക, ഇപ്പം ജീവൻ്റെ ഹോൾസെയിൽ ബിസിനസ് ഇപ്പം നിങ്ങൾക്കാണോ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊയ്ക്കോണം, അല്ലെങ്കിലേ മന്ത്രി കസേര കയറാൻ പിന്നെ കഴിഞ്ഞെന്ന് വരില്ല. ഏഷിച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന അംബികയെ നോക്കി ഋതിക പറയാ, ദഹിപ്പിക്കുന്ന നോട്ടമൊന്നും നിങ്ങളിങ്ങോട്ട് നോക്കണ്ട, നിങ്ങളോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. അംബിക ഒരു വാർണിംഗ് എന്ന പോലെ പറയുക, നിൻ്റെയൊക്കെ അവസാനം അടുത്തു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇതൊക്കെ. പ്രതാപൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി രാജ് വീണ്ടും സമാധാനപരമായി പറയുക, സാർ ഇവിടെ സുഖമില്ലാതെ കിടക്കുക, ഞങ്ങളുടെ ക്ഷമയെ നിങ്ങൾ ഇനിയും പരീക്ഷിക്കരുത്, ഇവിടുന്ന് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി പോകാവോ? പുറത്തുനിന്ന് ദീപക്കിങ്ങനെ പല്ല് കടിച്ച് നിൽക്കുക. അംബിക ദേഷ്യത്തോടെ രാജുവിനെ ഋതികയെ ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് പുറത്തു പോവുകയാണ്. രാജു ഋതികയോടും പത്മയോടും പറയുക, ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെയാണ് അവർ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമുക്കവരെ പിടിക്കാൻ പറ്റാത്തത്. ഇനി ആ അമ്മയുടെയും മകൻ്റെയൊക്കെ അഹങ്കാരം കൂടത്തതേ ഉള്ളല്ലോ രാജു, അധികാരമല്ലേ അവരുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അത് കേട്ടിട്ട് രാജു പറയാം, ഇപ്പോഴെല്ലാം ക്ലിയർ അല്ലേ, എല്ലാം നമുക്ക് വ്യക്തമായില്ലേ? അവർക്ക് മന്ത്രിയാകാൻ വേണ്ടി അവരമ്മയും മകനും ചേർന്ന് സാറിനെ വീഴ്ത്തിയതാ, അതിനി യാതൊരു ഡൗട്ടും വേണ്ട. സ്ഥാനമാനങ്ങൾക്കും സ്വത്തിനും വേണ്ടി ഈ അംബികയും മകനും ആരെയും കൊല്ലാൻ പോലും മടിക്കില്ല. അച്ഛനെ വലിയ പേടിയായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് ഋതു ഞാൻ പറയുന്നത്, ഇനിയുള്ള സമയങ്ങളിൽ സാറിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധ വേണം. കാരണം എന്താന്ന് വെച്ചാൽ സാറിപ്പോൾ ചലിക്കാൻ പോലും വയ്യാത്ത ഒരു പേഷ്യൻ്റാണ്. എപ്പോഴും അച്ഛൻ്റെ കൂടെ ഒരാൾ ഉണ്ടായിരിക്കണം, അല്ലേ രാജു? ആ ആൾ അച്ഛനെ സ്നേഹിക്കുന്ന ആളുമായിരിക്കണം, അല്ലേ രാജു? ഋതുവും ഞാനും സാറിൻ്റെ കൂടൊപ്പം ഉണ്ടാകും, പക്ഷെ ഞങ്ങൾ മാത്രം പോരല്ലോ. അത് കേട്ടിട്ട് പത്മ പറയുക, അതിനല്ലേ നമ്മളൊരു ഹോം നേഴ്സിനെ വെക്കുന്നത്. പത്മ തന്നെ പ്രതാപൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് രാജുവും ഋതികയും ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയത്. അമ്മേ, അതിന് ഹോം നേഴ്സിനെ അച്ഛനോട് അത്രയ്ക്കും സ്നേഹവും ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവുമോ? ഉടനെ രാജു പറയാ, ഹോം നേഴ്സിനെ നമ്മുടെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല, അവരങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് അംബികയോ മകനോ ആരെങ്കിലും വന്ന് സാറിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചാലോ? പെട്ടെന്ന് പത്മ അയ്യോ എന്ന് പറഞ്ഞിട്ട്, രാജു മോനെ നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണമ്മേ, അല്ലേ ഋതു? പേടികൊണ്ടാമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് രാജു പതുക്കെ ഋതിയെ കണ്ണ് കാണിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പത്മയെ കൺവീനിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഋതിയെ ഉടനെ പറയുക, അച്ഛൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാനേ അച്ഛനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് വേണ്ടത്. അങ്ങനെ ഒരാളായിരിക്കണം അമ്മേ അച്ഛനെ നോക്കേണ്ടത്. പത്മ ഉടനെ ഋതിയോട് ചോദിക്കുക, മോളെ നീ എന്നെക്കുറിച്ചാണോ പറയുന്നത്? അതിൽ സംശയം എന്താ അമ്മേ? ഡോക്ടർ പറഞ്ഞതുപോലെ ഇനി അമ്മയ്ക്ക് മാത്രമേ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. മോളെ, അതിന് സ്വന്തം ജീവിതത്തിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കിയതാണ് പ്രതാപേട്ടൻ. അമ്മേ, അത് അങ്ങനെ ആയിക്കോട്ടെ, അത് അംബികയുടെ ചതി, സാറിനുണ്ടായ തെറ്റിദ്ധാരണ രാജു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. എന്ന് വെച്ച് അമ്മ ഇപ്പോഴും അതിൻ്റെ പേരിൽ സാറിനെ വെറുക്കുന്നുണ്ടോ? പത്മ കരഞ്ഞുകൊണ്ട് പറയുക, ഇല്ല അമ്മ, എൻ്റെ അച്ഛന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് ഞാൻ പറയട്ടെ, ഒരു കടലോളം. സത്യമല്ലേ അമ്മേ? ഋതികയും ഏങ്ങി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഒരു കടലോളം സ്നേഹം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനോടില്ലേ? അയ്യോ, എൻ്റെ പ്രതാപേട്ടന് വേണ്ടി ഞാൻ മരിക്കും മോളെ. പക്ഷെ ഇനി ഒരിക്കലും എൻ്റേതാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രതാപേട്ടൻ ജീവിക്കണം. എനിക്ക് ജീവിച്ചിരിക്കുന്ന എൻ്റെ പ്രതാപേട്ടനെ വളരെ അകലെ നിന്നെങ്കിലും കാണണം. അതിനുവേണ്ടി എന്ത് സഹായത്തിനും ഞാൻ തയ്യാറാണ്. എൻ്റെ അമ്മ സാക്ഷാൽ ഒരു ദേവിയ എന്നും പറഞ്ഞ് ഋതിയ പത്മയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുവാണ്. ശേഖരൻ രാജുവിൻ്റെതാണെന്ന് തോന്നുന്നു ഒരു ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ വാതിക്കൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുവാണ്.
വർമ്മ സാറിനെ കാണാൻ പറ്റുമോ സാർ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇപ്പോഴിങ്ങോട്ട് കൊണ്ടുവരും, അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്നിങ്ങനെ ശേഖരൻ അവരോട് പറയുവാണ്. എന്നിട്ട് ശേഖരൻ അവരോട് 1 മിനിറ്റ് എന്നും പറഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോൾ യാമിനി ചോദിക്കുന്നു, ശേഖരേട്ടാ പ്രതാപേട്ടനെ ഡിസ്ചാർജ് ചെയ്തോ? ആ ഡിസ്ചാർജ് ചെയ്തു, രാജു ഇപ്പോൾ വിളിച്ച് പറഞ്ഞായിരുന്നു, അവരിപ്പോൾ കൊണ്ടുവരും. യാമിനി റൂമെല്ലാം ക്ലീൻ അല്ലയോ? ഒരു തരി പൊടി പോലും കാണാൻ പാടില്ല. ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ടിരിക്കുക ശേഖരേട്ടാ, എന്നാൽ ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ. ഈ സമയം അംബികയ്ക്ക് അനന്തം പിള്ളയും സദാശിവം പിള്ളയെല്ലാം ചേർന്ന് സ്വീകരണം കൊടുക്കുന്നു, മാലയിടുന്നു, കൺഗ്രാജുലേഷൻ പറയുന്നു. അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുവാണ്. പ്രതാപനെയാണെങ്കിൽ ആംബുലൻസിൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അംബികയുടെ സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുന്നു. ആംബുലൻസിൽ പ്രതാപനോടൊപ്പം രാജുവും ഋതികയും പത്മ വേഷം മാറി ഒരു സിസ്റ്ററിനെ പോലെയാണ് വരുന്നത്. ഞാൻ അംബിക വർമ്മ ഇന്ത്യൻ ഭരണഘടനയോട് സത്യനിഷ്ഠ പുലർത്തുമെന്നും ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി എന്റെ ചുമതല ഭയമില്ലാതെയും പക്ഷാഭേദമില്ലാതെയും വിശ്വാസപൂർവ്വം നിർവഹിക്കുമെന്നും ദൈവത്തെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇവളാണോ ദൈവത്തെ സാക്ഷി നിർത്തുന്നത്? അംബിക സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴേ ദൈവങ്ങളെല്ലാം എങ്ങോട്ടോ ഓടി മറഞ്ഞു. അംബിക അങ്ങനെ സൈനൊക്കെ ചെയ്യുന്നുണ്ട്. ന്യായം തോറ്റു അന്യായം ജയിക്കുന്നു. അംബിക സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദാണ്ട പ്രതാപൻ ഇങ്ങനെ ആംബുലൻസിൽ വന്നുകൊണ്ടിരിക്കുന്നു. നിഷ്കളങ്കയായ ഭാര്യയും സ്നേഹനിധിയായ മകളും ആദർശശുദ്ധനായ മരുമകനും കണ്ണുനീരൊഴുക്കി പ്രതാപനോടൊപ്പം ആംബുലൻസിൽ ഇങ്ങനെ വരികയാണ്. ശേഖരൻ സങ്കടത്തോടെ യാമിനിയോട് ചോദിക്കുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടിട്ട് അവരെന്താ ഇത്രയും താമസിക്കുന്നത്? പ്രതാപനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോഴങ്ങോട്ട് ഒരു ആംബുലൻസ് വരുന്നുണ്ട്. ശേഖരനും യാമിനിയും ആംബുലൻസിൻ്റെ അടുത്തോട്ട് ഓടിപ്പോകുന്നു. ഹോസ്പിറ്റലിലെ ജീവനക്കാരും രാജുവും ചേർന്ന് പ്രതാപനെ ആംബുലൻസിൽ നിന്ന് ഇറക്കി വീൽ ചെയറിൽ ഇങ്ങനെ ഇരുത്തുന്നുണ്ട്. പത്മയാണെങ്കിൽ ഒരു സിസ്റ്ററെ പോലെ വേഷം മാറി മാസ്കും ഒക്കെ വെച്ചിരിക്കുവാണ്. കൂടെ ഋതികയും ഉണ്ട്. പ്രതാപനെ അവരെല്ലാവരും ചേർന്ന് വീൽ ചെയറിൽ റൂമിനകത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അംബിക കാറിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ കുറേ അനുയായികളെ അവൾ ഓൾറെഡി നിർത്തിയിട്ടുണ്ട്. അംബിക അങ്ങോട്ട് വന്നിറങ്ങുമ്പോഴേ അംബിക വർമ്മയ്ക്ക് ജയ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അംബിക വർമ്മയ്ക്ക് ജയ് എന്നൊക്കെ വിളിച്ച് കൂവുന്നുണ്ട് അവർ. അംബിക അവരോടൊക്കെ ചിരിച്ചോണ്ട് പറയാം, മതി മതി, തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ മതി. അമിത ആഹ്ലാദത്തിലുള്ള സമയമല്ലല്ലോ ഇത്. ഞാൻ എൻ്റെ പൊന്നുമോനെ പോലെ കരുതുന്ന എൻ്റെ ആങ്ങള പ്രതാപൻ, അവന് സുഖമില്ല. അവനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദർഭം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതേ ആ കസേരയോടുള്ള മോഹം കൊണ്ടൊന്നും അല്ല. എൻ്റെ അനിയൻ ചെയ്യാനുള്ള കടമകൾ എനിക്ക് നിറവേറ്റണം. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതെനിക്ക് പരിഹരിക്കണം. അതിനുവേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ആഹ്ലാദമൊക്കെ നമുക്ക് പിന്നീടാകാം. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സ്വീകരണത്തിനും ഒക്കെ നന്ദി. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം പിരിഞ്ഞു പോകണം. നിങ്ങൾ സ്നേഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ഒക്കെയാണ് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത്. അത് സുഖമില്ലാതെ കിടക്കുന്ന എൻ്റെ പൊന്നാങ്ങളയ്ക്ക് ഇപ്പോഴസ്വസ്ഥതയാകും. എല്ലാവരും പാർട്ടി ഓഫീസിലോട്ട് വരൂ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാനിനി അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ. വളരെ വിനയപൂർവ്വമാണ് അവളുടെ അഭിനയം. ഓ, അവരതെല്ലാം അങ്ങ് സമ്മതിച്ചു. അംബികയും മകൻ ദീപക്കും കൂടെ അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ പുറകിനൊരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. ആ കാറിൽ നിന്നും സരസ്വതി അമ്മയാണ് ഇറങ്ങി വരുന്നത്. ഋതിക രാജുവിനോട് പറഞ്ഞു, രാജു നമുക്കിനി അച്ഛനെ അകത്തുകൊണ്ടുപോയി കിടത്താം. ശരിയെന്ന് പറയുമ്പോൾ അംബികയും മകനും അങ്ങോട്ട് വരുന്നുണ്ട്. അംബികയുടെ ഒരു ഒന്നൊന്നര അഭിനയം കരച്ചിലോടുകൂടിയുള്ള വരവാണ്. മോനെ പ്രതാപ, ആ വിളി കേൾക്കുമ്പോഴേ ശേഖരനും യാമിനിക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അംബിക പ്രതാപൻ്റെ അടുത്തോട്ട് ചെന്ന് കരഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് ഈ വിധി വന്നല്ലോ. സൂക്ഷിച്ച് നടക്കണേന്ന് ഞാൻ എത്ര വട്ടം മോനെ നിന്നെ ഉപദേശിച്ചതാ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീ കേട്ടോ? പൊതുജനസേവനവും പറഞ്ഞ് നീ ഓടി നടന്നു. അവസാനം കിട്ടിയല്ലോ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഋതികയ്ക്ക് സഹിക്കുന്നതിൻ്റെ പരമാവധിയായി. ഋതിക രാജുവിനോട് പറയും, രാജു നമുക്ക് അച്ഛനെ അകത്തോട്ട് കൊണ്ടുപോകാം. അവരങ്ങനെ പ്രതാപനെ കൊണ്ടുപോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് അംബികയുടെ അടുത്ത അഭിനയം, നിർത്ത്, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് കരഞ്ഞു തീർത്തോട്ടെ. മോനെ പ്രതാപ, ചുറ്റും ശത്രുക്കളാണെന്ന് എത്ര വട്ടം നിന്നോട് പറഞ്ഞു. സരസ്വതി അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. നിർത്തടി നിന്റെ കള്ളക്കരച്ചിൽ. അവളുടെ ഒരു മുതലക്കണ്ണീര്. അംബികയുടെ അഭിനയം ഒട്ടും നിർത്താൻ പ്ലാനില്ല. എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്ന് കരഞ്ഞു തീർക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലേ? കളി ആരോട്? സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി അമ്മയോട്. സരസ്വതി അമ്മ പറയുക, നീ മൈതാനത്ത് ചെന്നേ മൈക്ക് വെച്ച് നിന്റെ അനുയായികളോട് പറഞ്ഞ് കരയടി. അതല്ലേ രാഷ്ട്രീയ തന്ത്രം. മോനെ രാജു, നീ എന്താ നോക്കി നിൽക്കുന്നേ? പ്രതാപനെ ഇങ്ങനെ ഇവളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതെ അകത്ത് കൊണ്ടുപോയി കിടത്ത്. ശരിയമ്മേ എന്നും പറഞ്ഞ് പത്മയും ഋതികയും ശേഖരനും യാമിനി എല്ലാവരും ചേർന്ന് പ്രതാപനെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. രാജു സരസ്വതി അമ്മയോട് പറയാം, ഇവരുടെ നാടകം കാണാൻ നല്ല രസമുണ്ടായിരുന്ന മാമേ, അതുകൊണ്ട് ഞങ്ങളങ്ങ് നോക്കി നിന്നുപോയതാ. അത് കേട്ടിട്ട് അംബിക വലിയ ചൂടിൽ, എടാ നാടകമോ? ഞാനിപ്പോൾ ആരാന്ന് വല്ലതും നിനക്കറിയാവോ?
നീ ഇപ്പം ആരായി ഞങ്ങൾക്ക് എന്താടി? നീ ആര്? ദേവേന്ദ്രൻ്റെ അപ്പം മുത്തുപ്പട്ടരോ? സരസ്വതി അമ്മ ചോദിക്കുക. ഞാൻ നൂലും പത്തി വിരിച്ച് ഉടനെ ദീപക് പറയാ, ഒരു മന്ത്രിയോടാ നിങ്ങൾ തട്ടിക്കയറുന്ന, ഓർമ്മ വേണം. അത് ശരി, അമ്മയുടെ ചാവേറായ മകൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നില്ലേ? അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. രാജു ദേഷ്യത്തോടെ പറഞ്ഞു, ഡാ മാറി നിൽക്കടാ അമ്മാമ്മയുടെ മുന്നിൽ നിന്ന്. എൻ്റെ ആങ്ങള സുഖമില്ലാതെ കിടക്കുക, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നാനെ. അംബിക പറയുക. എന്ത് മറുപടിയാടി നിനക്ക് പറയാനുള്ളത്? പറയടി. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? സൂര്യമംഗലത്തെ പശുത്തൊഴുത്തിൽ കിടന്ന അംബികയ്ക്ക് അതൊക്കെ എളുപ്പം മറക്കാൻ പറ്റില്ലല്ലോ. എടി അംബിക, എന്നാ നീ ഒന്ന് അറിഞ്ഞോ? നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എല്ലാം ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ അംബിക അങ്ങ് ഞെട്ടുവാണ്. നീ ചെയ്തു കൂട്ടിയ എല്ലാ ദ്രോഹങ്ങളുടെയും ചരിത്രം എണ്ണി എണ്ണി ഞാൻ നിന്നെ കൊണ്ട് എന്നെ മുന്നിൽ പറയിപ്പിക്കും. നീ മന്ത്രി ആയാൽ എന്താടി, അഥവാ അന്നദാതാവായ പൊന്നു തമ്പുരാനായാലും നിന്നെ വിടില്ലടി ഈ സരസ്വതി വർമ്മ. നീ കരുതിയിരുന്നോടി മോനെ. നീ വാ, വലിയ ഗമയിലങ്ങോട്ട് ആളാകാമെന്ന അംബികയും മോനും ചമ്മി ചൂളി അങ്ങനെ നിൽക്കുവാണ്. പ്രതാപനെ അങ്ങനെ കട്ടിൽ കിടത്തി ഹോം നേഴ്സിനെ പോലെ നമ്മുടെ പത്മ പ്രതാപൻ്റെ തലേണിയൊക്കെ നല്ലോണം വെച്ച് പ്രതാപനെ ഇങ്ങനെ പതുക്കെ കിടത്തുകയൊക്കെ ചെയ്യുവാണ്. യാമിനി പറയുന്നത് ചേട്ടനും ഭക്ഷണവും വെള്ളമൊക്കെ. അപ്പോൾ ഉടനെ രാജു പറയാം, അതൊക്കെ ഈ സിസ്റ്റർ നോക്കിക്കോളും. അയ്യോ, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇത് സിസ്റ്റർ പവിത്ര എന്നിങ്ങനെ രാജു ശേഖരനെയും യാമിനിയും പരിചയപ്പെടുത്തുവാണ്. ഡോക്ടർമാർ തന്നെ സജസ്റ്റ് ചെയ്ത നേഴ്സാ. പത്മ അങ്ങനെ അവരെ നോക്കി തൊഴുന്നുണ്ട്. ഋതിക പതുക്കെ രാജുവിനോട് പറയുന്നു, ഇത് അമ്മയാണെന്നുള്ള സത്യം എന്തിനാ രാജു ചെറിയമ്മയോടും ചെറിയച്ഛനോടും മറച്ചു വെക്കുന്നത്? അത് ഋതു ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ. അവർ തന്നെ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ. യാമിനി ഉടൻ രാജുവിനോട് ചോദിക്കുന്നു, നിങ്ങളെന്താ രഹസ്യം പറയുന്നത്? ഒന്നുമില്ല ചെറിയമ്മേ, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഈ സിസ്റ്റർ നോക്കുമെന്ന് പറയുമായിരുന്നു. ഇത് വെറും ഒരു ഹോം നേഴ്സ് അല്ല എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പത്മയും തിരിയുന്നു. ഏയ് ഋതു എന്നിങ്ങനെ രാജുവും വിളിക്കുന്നുണ്ട്. യാമിനി പറയാ, വളരെ സന്തോഷം, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചോളാം. ഈ കിടക്കുന്ന ചേട്ടൻ ഞങ്ങളുടെ എല്ലാം ദൈവമാണ്. പത്മ അപ്പോൾ മനസ്സിൽ പറയാ, അദ്ദേഹം എന്നെ മറന്നെങ്കിലും ഞാൻ എന്നും പൂജിക്കുന്ന ദൈവമാണെന്ന് ഇവർക്കറിയില്ലല്ലോ. ഇനി പ്രതാപൻ സാറിനെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി ചായയോ കോഫിയോ എന്തെങ്കിലും കുടിക്കും. രാജു അവരോട് എല്ലാവരോടും പറഞ്ഞു, വാ നമുക്ക് എല്ലാവർക്കും എന്നാൽ പുറത്തോട്ട് പോകാം. അങ്ങനെ അവരെല്ലാവരും പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ പ്രതാപനും പത്മയും മാത്രമായി. ഞാനെൻ്റെ പ്രതാപേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. എത്രയൊക്കെ എന്നെ വെറുത്താലും എൻ്റെ ജീവൻ്റെ ജീവനാണ് എൻ്റെ ഈ പ്രതാപേട്ടൻ. ജീവിതത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തിയെങ്കിലും പ്രതാപേട്ടൻ ജീവിച്ച പരിസരങ്ങളിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നു. പ്രതാപനോട് ചേർന്നിരുന്ന് പത്മ പറയുക, എനിക്ക് മറക്കാൻ പറ്റില്ല, എനിക്ക് ഇത്രയും നല്ല ഒരു മകളെ തന്ന. അത്രയും പറയുമ്പോഴേക്കും അംബിക ഡോറ് തുറന്ന് അകത്തോട്ട് വരിക. പെട്ടെന്ന് പത്മ മാസ്ക് വെച്ച് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ്. അംബിക പത്മയുടെ അടുത്തിട്ട് വന്നിട്ട് ചോദിക്കും, സിസ്റ്ററെ എന്താ നിന്റെ പേര്? പെട്ടെന്ന് പത്മ, നീ എന്നൊക്കെ വിളിക്കുന്നത് നിങ്ങളുടെ മകനെ വിളിച്ചാൽ മതി, സിസ്റ്റർ പവിത്ര അങ്ങനെ വിളിച്ചാൽ മതി. ഞാനേ ഇവിടുത്തെ മന്ത്രിയാ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതിന് ഞാനെന്ത് വേണം? കെട്ടിത്തൂങ്ങി ചാകണോ? വിദ്യാഭ്യാസവും സംസ്കാരവും ഒട്ടും തൊട്ടു നീട്ടിയിട്ടില്ലാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അംബികയുടെ ചോദ്യം, നിങ്ങൾ ജനറൽ നേഴ്സിങ്ങോ അതോ BSc നേഴ്സിങ്ങോ? ഞാൻ BSc നേഴ്സിംഗ്. എന്താ? അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ മാസ്ക് വെക്കുന്നത്? ചേടാ, മനുഷ്യർ മാസ്ക് വെക്കുന്ന എന്തിനാണെന്ന് അറിയില്ലേ? എനിക്ക് ഞാനറിയാത്ത എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും മറ്റുള്ളവരുടെ രോഗങ്ങൾ എനിക്ക് പകരാതിരിക്കാനും. മനസ്സിലായോ? എന്നാലേ സിസ്റ്റർ ഒന്ന് പുറത്തോട്ടിറങ്ങി നിന്നേ, എനിക്ക് എൻ്റെ ആങ്ങളോടൊപ്പം തനിച്ചിരിക്കണം. അംബിക അങ്ങനെ പറഞ്ഞപ്പോൾ പത്മ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അതായത് രാജുവും ഋതിയും എന്ന് പറഞ്ഞിരുന്നല്ലോ, അംബികയും മകനും ആരുമില്ലാത്ത സമയം നോക്കി പ്രതാപൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുമെന്ന്. ആ ഒരു ഭയമാണ് പത്മയ്ക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്ന പത്മ ഇന്ന് ധൈര്യശാലിയാണ്. അംബികയുടെയും മകൻ്റെയും ഒരു കപട നാടകവും അവിടെ നടക്കില്ല. പത്മയോട് അംബികയും മകൻ ദീപക്കും ചെയ്ത കൊടും ക്രൂരതകൾക്ക് ഒന്നൊന്നായിട്ട് എണ്ണി എണ്ണി നമ്മുടെ പത്മ പകരം ചോദിക്കുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. പ്രതാപന് ബോധവും പൊക്കണമൊന്നും ഇല്ലെന്നും പറഞ്ഞ് അംബികയും മകനും പ്രതാപൻ്റെ മുന്നിൽ വന്നു നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാം പ്രതാപൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പ്രതാപൻ സംസാരിക്കുന്നില്ലെങ്കിലും എല്ലാ സത്യങ്ങളും ആ കിടപ്പിൽ കിടന്ന് തന്നെ പ്രതാപൻ മനസ്സിലാക്കും. ഇത്രയും നാളും പരിശുദ്ധവും പവിത്രവുമായ തൻ്റെ ഭാര്യയെ അമ്മയെപ്പോലെ കരുതി സ്നേഹിച്ചിരുന്ന സഹോദരി പണത്തിനും പ്രതാപത്തിനും വേണ്ടി തന്നെ വഞ്ചിച്ച ആ കഥ പ്രതാപൻ അറിയുമ്പോൾ പ്രതാപൻ ഇനി എന്താണ് അംബികയോട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.